ലാലേട്ടന്റെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ആഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ആഡിനെ വളരെ പ്രീമിയം ആയി കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഡയമണ്ട്സിനെ കുറിച്ചാണ്. ഈസ് ഡയമണ്ട് വർത്ത് ഇൻവെസ്റ്റിംഗ്? കാണാൻ ഭംഗിയുള്ള വെറും ഒരു കല്ലിനെ ഇത്രയും എക്സ്പെൻസീവ് ആക്കിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു കമ്പനി മോണോപ്പൊളിയുടെ കഥ. DBR എന്നുള്ള കമ്പനിയാണ് ഏകദേശം 100 വർഷക്കാലത്തോളം 90% ഡയമണ്ടിന്റെ മാർക്കറ്റ് സപ്ലൈ കൺട്രോൾ ചെയ്തിരുന്നത്. ഇവരുടെ കയ്യിൽ ഡയമണ്ടിന്റെ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റിലെത്തുന്ന ഡയമണ്ടിന്റെ സപ്ലൈ കുറച്ചാണ് ഇവർ പ്രൈസ് ഇൻക്രീസ് ചെയ്തത്. വെറും ഒരു കല്ലിനെ പ്രപ്പോസിങ്ങിനായും ലക്ഷ്വറിയുടെ സിമ്പിളായി മാറ്റിയതിനു പിന്നിൽ അവരുടെ വ്യക്തമായ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ഡയമണ്ട് ഒരു ലിമിറ്റഡ് സപ്ലൈ ഉള്ള ഒന്നാണോ? ഒരിക്കലുമല്ല. ഇന്ന് ലാബുകളിലും ഡയമണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഏകദേശം 70% ലെസർ കോസ്റ്റ്. എന്നാൽ ഇന്ന് അവർക്ക് വെറും 30% താഴെ മാത്രമേ മാർക്കറ്റ് ഷെയർ ഉള്ളൂ. ലാബ് ഗ്രോൺ ഡയമണ്ട് പോലുള്ള അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഡയമണ്ട് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരും. സോ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പ്രൈസിന്റെ വെറും 30% ലാബിൽ നമുക്ക് ഡയമണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ടിന്റെ പ്രൈസ് 70% താഴേക്ക് വരാൻ സാധ്യതയില്ല. ഈ ചാർട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ മുകളിലേക്ക് പോയപ്പോൾ ഡയമണ്ടിന്റെ പ്രൈസ് താഴേക്കാണ് വന്നത്. വെയിറ്റ്, അങ്ങനെയാണെങ്കിൽ നാളെ ഗോൾഡും ഇതുപോലെ ലാബിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസും താഴേക്ക് വരുമോ? ഗോൾഡും ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ പേടിക്കണ്ട, ഇത് കൊമേഴ്ഷ്യലി വയബിൾ അല്ല. വെറും 1 ഗ്രാം ഗോൾഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. മേ ബി ഇതൊക്കെ കൊണ്ടായിരിക്കാം ഗോൾഡിന് ഇത്രയും നല്ല റീസെയിൽ വാല്യൂ ഡയമണ്ടിന് തീരെ ഇല്ലാതെ പോയത്.